വെൽക്കം ടു മെഡ്ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആക്ടിംഗ് ഓൺ ഐയിൽ ഗ്ലൂക്കോമയാണ് കേട്ടോ. കുറച്ച് പഠിക്കാനുണ്ട്. സോ എന്താ ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ ഒരു ആൻഷ്യൻ ഗ്രീക്ക് വേർഡ് എന്ന് വന്നതാണ്. ഒരു ക്ലൗഡഡ് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആയിട്ടൊരു കളർ അല്ലെങ്കിൽ ഹ്യൂ, ഒരു ചെറിയ പാട പോലെ കാണുന്നു എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡിന് വന്നതാണ്. അതൊക്കെ ചുമ്മാ വെറുതെ നമുക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് അസോസിയേറ്റ് വിത്ത് അഡ്വാൻസിങ് ഏജ് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബ്ലൈൻഡ്നെസ് വരുന്നു എന്നുള്ളതാണ്. സോ സെക്കൻഡ് ലീഡിങ് കോസ് ഓഫ് ബ്ലൈൻഡ്നെസ്, നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അന്ധത എന്ന് പറയുന്നതിന് രണ്ടാമതൊരു കാരണമായി ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാരണമാണ് ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ. അപ്പോൾ ഗ്ലൂക്കോമ എന്തെന്ന് അറിയണം. ഗ്ലൂക്കോമ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ഒപ്റ്റിക് ന്യൂറോപ്പതി. അതായത് ഒരുപാട് കാരണങ്ങളുടെ ഒരു കൂട്ടമാണ് ഗ്ലൂക്കോമ എന്ന് പറയുക. ദ ഫേസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക് ന്യൂറോപ്പതി ആണ്. ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് വെച്ചാൽ ഡാമേജ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിക് നെർവ്, കണ്ണിലുള്ള ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരുന്നതിന് നമ്മൾ ഒപ്റ്റിക് ന്യൂറോപ്പതി വരാം. അതുമാത്രമല്ല ക്യാരക്ടറിസ്റ്റിക് അപ്പിയറൻസ് ഓൺ ദി ഒപ്റ്റിക് ഡിസ്ക് ആൻഡ് സ്പെസിഫിക് പാറ്റേൺ ഓഫ് ഇറിവേഴ്സിബിൾ വിഷ്വൽ ഫീൽഡ് ഡിഫക്ട് ദാറ്റ് ആർ ഫ്രീക്വൻ്റ്ലി ബട്ട് നോട്ട് ഇൻവെർട്ടിബിളി അസോസിയേറ്റ് വിത്ത് ഇൻട്രാ ഓക്കുലർ പ്രഷർ ഗ്രേറ്റർ ദാൻ 21 mmHg. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് ഒപ്റ്റിക് നെർവിനെ ബാധിക്കും, ഒപ്റ്റിക് ഡിസ്കിനെ ബാധിക്കും, നമുക്ക് ഇറിവേഴ്സിബിൾ ആയിരിക്കും, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല എപ്പോഴും അല്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻട്രാ ഓക്കുലർ പ്രഷറിൽ ചേഞ്ച് വരുന്നു, ഗ്രേറ്റർ ദാൻ 21 mmHg കൂടുതൽ വരുന്നു എന്നുള്ളതാണ്. സോ സിമ്പിൾ ഡെഫിനിഷനാണ്. ഒന്ന് ഒപ്റ്റിക് ന്യൂറോപ്പതി, രണ്ട് ഒപ്റ്റിക് ഡിസ്കിൽ ഉണ്ടാവുന്ന ഡാമേജ്, പിന്നെ ഇറിവേഴ്സിബിൾ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് ഉണ്ടാവുന്നു, അതിനോട് ഒപ്റ്റിക് ഡിസ്കിൻ്റെ ഡാമേജ് കേട്ടോ, അല്ലെങ്കിൽ ഡിഫക്റ്റ്. ആൻഡ് അതുമാത്രമല്ല ഇൻട്രാ ഓക്കുലർ പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയൻസ് ഗ്രേറ്റർ ദാൻ 21 mmHg ആണ്. എല്ലാ ടൈപ്പ് ഗ്ലൂക്കോമയിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടായിരിക്കും ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് റെക്റ്റിനൽ ഗാംഗ്ലിയോൺ സെൽ അല്ലെങ്കിൽ RGCS. നമ്മളെ കണ്ണിലുള്ള എന്താണ് റെക്റ്റിനൽ ഗാംഗ്ലിയോൺ സെല്ലിൻ്റെ ഡെത്ത് കാരണമാണ് ഒപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാവുന്നത്. സോ എല്ലാ ഗ്ലൂക്കോമയിൻ്റെയും ഒരു പ്രൈമറി ആയിട്ട് കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു RGSൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമയാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുകയാണ്. കൺജന്റൽ ഗ്ലൂക്കോമ, പിന്നെ പ്രൈമറി ഗ്ലൂക്കോമയിൽ ഓപ്പൺ ആംഗിൾ ക്ലോസ്ഡ് ആംഗിൾ ആണ്. സെക്കൻഡറി ഗ്ലൂക്കോമയിൽ ലെൻസ് ഇൻഡ്യൂസ്ഡ്, ട്രോമാറ്റിക് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആൻഡ് അബ്സല്യൂട്ട് ഗ്ലൂക്കോമയാണ്. അങ്ങനെ ഫർദർലി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നമ്മൾ എന്തിനാണ് ഡ്രഗ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് IOP കുറയുക, ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ? റെഡ്യൂസിങ് അക്വസ് ഹ്യൂമർ സെക്രീഷൻ. അക്വസ് ഹ്യൂമർ സെക്രീഷൻ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയുന്നു. പ്രൊമോട്ടിങ് അക്വസ് ഡ്രെയിനേജ്. ആ അക്വസ് ഡ്രെയിനേജ് ഉണ്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്തിന്നു നമുക്ക് ആ ഒരു പ്രഷർ കുറയുകയും ചെയ്യുന്നു. ആൻഡ് ലോവറിങ് IOP റിട്ടാർഡ് ദ പ്രോഗ്രസീവ് ഓഫ് ഒപ്റ്റിക് നെർവ് ഡാമേജ് ഈവൻ കോസ് ഓഫ് നോർമൽ ഓർ ലോ IOP. സോ ഈ ഇൻട്രാ ഓക്കുലർ പ്രഷർ, നമ്മളെ കണ്ണിലുണ്ടാവുന്ന പ്രഷർ കാരണം ഒപ്റ്റിക് നെർവ് ഡാമേജ് കുറയ്ക്കുകയും അതുമാത്രമല്ല നോർമലി ഇരിക്കുന്ന, നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ടാവില്ല, അതുപോലും നമ്മൾ മോണിറ്റർ ചെയ്ത് അതുപോലും ബുദ്ധിമുട്ടൊന്നും ആക്കാതെ നമ്മുടെ എന്താണ് ഒരു ഡാമേജ്, ഫർദർ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ എയിം കേട്ടോ. സോ ഒന്നും കൂടെ പറയാം, നമ്മുടെ കണ്ണിലുള്ള ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് മേജർ എയിം. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാം? ഒന്ന് അക്വസ് ഹ്യൂമർ സെക്രീഷൻ കുറയ്ക്കുക എന്നുള്ളത്, ഒന്ന് അക്വസ് ഡ്രെയിനേജ് കൂട്ടുക എന്നുള്ളത്, പിന്നെന്താണ് ഫർദറിൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി IOP എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ഇനി അവൈലബിൾ ഡ്രഗാണ്. സോ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് ഉണ്ട്, ടിമലോള്, ബെറ്റോക്സിലോള്, ലീവോബിനോളുണ്ട്. ആൻഡ് ആൽഫ അഡ്രെനർജിക് അഗോണിസ്റ്റ് ഉണ്ട്, ഡിപ്പിവെഫ്രൈൻ, അപ്രാക്ലോഡൈൻ ആൻഡ് ബ്രിമോനിഡൈൻ ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ഉണ്ട്, ലെറ്റനോപ്രോസ്റ്റേറ്റ്, ട്രാവോപ്രോട്ടേറ്റ് ആൻഡ് ബിമാറ്റോപ്രോസ്റ്റ്. ആൻഡ് കാർബോണിക് അൺഹൈഡ്രസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അസ്റ്റസോളമൈഡ് ആൻഡ് ഡോസോളമൈഡ്. മയോട്ടിക്സ് ഉണ്ട്, പൈലോകാർപ്പിൻ ആൻഡ് ഫൈസോസ്റ്റിഗ്മിൻസ്. സോ ഇതിൽ കാർബോണിക് അൺഹൈഡ്രസ് ഇൻഹിബിറ്റേഴ്സ് നിങ്ങൾ പഠിക്കും ഓൾറെഡി. പിന്നെ മയോട്ടിക്സ്, പൈലോകാർപ്പിന്, ഫൈസോസ്റ്റിഗ്മിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സും ആൽഫ അഡ്രെനർജിക് അഗോണിസ്റ്റും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. പിന്നെ ഡ്രഗ്സുകൾ മാത്രം ഇച്ചിരി ഫെമിലിയർ ആവില്ല, അത് വായിച്ച് കിട്ടിച്ചിട്ട് പാടാന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. സോ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് നോക്കാം. മെക്കാനിസം ഓഫ് ആക്ഷൻ. ട്രോപ്പിക്കൽ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് ഹാവ് ബീൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ്. ഹൗവർ PG
F2 alpha analog are the preferred. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ണിലല്ലേ നമ്മളിത് ഒഴിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഗുളിയൊന്നും ആയിരിക്കുമല്ലോ കൂടുതലും കഴിക്കുക. സോ കൂടുതലും കണ്ണിലാണ് ഒഴിക്കുക. അപ്പോൾ ലോക്കൽ ആക്ഷനാണ് ഉള്ളതല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സാണ് ആദ്യമായി നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ PGF2 ആൽഫ അനലോഗ്സുകൾ നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെ PGF2 അനലോഗ് ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, അത് ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, നമ്മൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അൺലൈക്ക് മയോട്ടിക്സ്, ബീറ്റ ബ്ലോക്കേഴ്സ് ഡു നോട്ട് അഫക്ട് പ്യൂപ്പിൾ സൈസ്. സോ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് നമ്മളെ പ്യൂപ്പിൾ സൈസിനൊന്നും അഫക്റ്റ് ചെയ്യില്ല. ടോൺ ഓഫ് സിലറി മസിൽസിൻ്റെ ടോണിനൊന്നും ബാധിക്കില്ല. ഈവൻ ദോ ഔട്ട്ഫ്ലോ പോലും ബാധിക്കില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഈ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ചെയ്യുള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് എന്ത് ചെയ്യുന്നു, IOP കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ഡൗൺ റെഗുലേഷൻ ഓഫ് അഡിനിൽ സൈക്ലേസ് ഡ്യൂ ടു β2 റിസപ്റ്റർ ബ്ലോക്കേഡ് ഇൻ ദി സിലറി എപ്പിത്തീലിയം. എന്താണ് ഡൗൺ റെഗുലേഷൻ നടക്കുന്നു എന്തിൻ്റെ, അഡിനിൽ സൈക്ലേസിൻ്റെ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു β2 റിസപ്റ്റർ ബ്ലോക്കേഡ്. സിലറി എപ്പിത്തീലിലുള്ള β2 റിസപ്റ്റർ ബ്ലോക്കേഡ് കാരണം എന്ത് ചെയ്യുന്നു, ഡൗൺ റെഗുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് എന്തിൻ്റെ, അഡിനിൽ സൈക്ലേസിൻ്റെ. ആൻഡ് റെഡ്യൂസ് ഓഫ് ദി ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് IOP കുറയ്ക്കുന്ന കാര്യവും പിന്നെ പ്യൂപ്പിൾ സൈസിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, IOP ആണ് കുറയ്ക്കുന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. സോ ഓക്കുലർ സൈഡ് എഫക്റ്റ് ഉണ്ട്. സോ മൈൽഡ് ആയിട്ടാണെങ്കിൽ സ്ട്രിഞ്ചിങ്, റെഡ്നെസ്, പിന്നെ കൊർണിയൽ ഹൈപ്പോസ്തേഷ്യ, ബ്ലർഡ് വിഷൻ ആൻഡ് ബ്ലിഫാറോ കൺജക്റ്റിവൈറ്റിസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സിസ്റ്റമിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. മേജർ ലിമിറ്റേഷൻ ഓഫ് യൂസ് ആണ് നാസോ ലാക്രിമൽ ഡക്ട്, ലൈഫ് ത്രെറ്റനിങ് ബ്രോങ്കോസ്പാസം ഇൻ പേഷ്യൻ്റ് വിത്ത് COPD ആൻഡ് ആസ്മ. ഈ കോൺട്രാ ഇൻഡിക്കേഷൻ നോക്കി വെക്കണം കേട്ടോ. സോ ബ്രാഡികാർഡിയ, ഹാർട്ട് ബ്ലോക്ക്, CHF ഉണ്ടാവാം. ഇൻക്രീസ് ഇന്നർ കാന്തസ് പ്രഷർ ഫോർ 5 minutes. നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ 5 minute ഒക്കെ നമുക്ക് ഇന്നർ കാന്തസ് പ്രഷർ, അതായത് നമ്മുടെ കണ്ണത്തിരി പ്രഷർ കൂടുന്നൊരു പരിപാടിയാണ് ഇന്നർ കാന്തസ് പ്രഷർ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്തൊക്കെയാണ് എന്നുള്ളത്, ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. അല്ലാണ്ട് നമുക്ക് കാണാതെ അങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്നാലും മാക്സിമം എന്ത് ചെയ്യുക, ജസ്റ്റ് പറ്റുന്നതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഓക്കുലർ സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞു. എന്താണ് സ്ട്രിഞ്ചിങ് റെഡ്നൈസ്, ഡ്രൈ ഐസ് ആൻഡ് കൊർണിയൽ ഹൈപ്പോസ്തേഷ്യ, ബ്ലഡ് വിഷൻ ആൻഡ് ബ്ലിഫാറോ കൺജക്റ്റിവൈറ്റിസ് ആണ്. സോ നമ്മുടെ കണ്ണൊക്കെ ചെറിയ ഒരു റെഡ്നെസ് കൈൻഡ് ഓഫ് പോകുന്നൊരു പരിപാടിയാണ് ബ്ലിഫാറോ കൺജക്റ്റിവൈറ്റിസ് പറഞ്ഞാൽ കേട്ടോ. സോ ഇനി നാസോ ലാക്രിമൽ ഡക്റ്റ്, അത് ലിമിറ്റേഷൻസ്, നമ്മൾ സിസ്റ്റമിക് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുകയും നമ്മൾ മേജർ ലിമിറ്റേഷൻസ് വെക്കുന്നത് കണ്ടീഷനാണ് പറഞ്ഞത്. നാസോ ലാക്രിമൽ ഡക്റ്റ്, പിന്നെ ലൈഫ് ത്രെറ്റനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ബ്രാഡികാർഡിയ, പിന്നെ എന്താണ് കാന്തസ് പ്രഷർ ഫോർ 5 minutes ഉണ്ടാവും. കാന്തസ് പ്രഷർ വെച്ചാൽ ഇൻട്രാ ഓക്കുലർ പ്രഷറിൻ്റെ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയുക കേട്ടോ. സോ ഇത്രയാണുള്ളത്. ആൻഡ് ഇൻഡിവിജ്വൽ ഡ്രഗ് ഓരോന്ന് പറയാൻ പോവുക. ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ടിമലോളാണ്. സോ നോൺ സെലക്റ്റീവ് β1 β2 ആണ്. നോ ലോക്കൽ അനസ്തെറ്റിക് ഓർ സിമ്പത്തോ മിമറ്റിക് ആക്ഷൻ. സോ ഇവിടെ ലോക്കൽ അനസ്തെറ്റിക്കോ സിമ്പത്തോ മിമറ്റിക് ആക്ഷനോ ഇല്ല. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 20 to 35% ആണെങ്കിൽ 1 hour to 12 hour നമുക്ക് കിട്ടും കേട്ടോ. So smooth and well sustained action from chronic dosing, high level of clinical safety advantage, approximately 30% of patient response. So basically എന്തൊക്കെയാണ്, നോൺ സെലക്റ്റീവ് β1 β2 ആണ്. നമുക്ക് ലോക്കലി അനസ്തെറ്റിക് ആക്ടിവിറ്റി ഒന്നുമില്ല, സിമ്പതോമിമറ്റിക് ആക്ഷൻ ഒന്നുമില്ല. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 1 hour to 12 hours നമുക്ക് എന്തായാലും കിട്ടും. പിന്നെന്താണ് പറഞ്ഞത്, അപ്രോക്സിമേറ്റ്ലി 30% പേഷ്യൻസും റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബെറ്റെക്സോളോളാണ്. ബെറ്റെക്സോലോൾ ആൻഡ് സെലക്റ്റീവ് β1 ബ്ലോക്കർ ആണ്. മറ്റത് നോൺ സെലക്റ്റീവ് β1 β2 ആണ്. സോ ലെസ് ബ്രോങ്കോ പൾമിനറി ആൻഡ് ലൈക്ലി ഫ്യൂവർ കാർഡിയാക് സെൻട്രൽ ആൻഡ് മെറ്റബോളിക് എഫക്റ്റ്. സോ ബേസിക്കലി എന്താണ്, ബ്രോങ്കോ പൾമിനറിയോ അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ഓർ മെറ്റബോളിക് എഫക്റ്റ് ഒക്കെ കുറവാണ്. സോ നമുക്ക് നോക്കേണ്ടത് exert a protective effect on rectal neurons. സോ നമ്മുടെ റെക്ടൽ ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രഗാണ് ബെറ്റോക്സോലോൾ. എന്താണ്, റെക്റ്റിനൽ ന്യൂറോൺസിനെ. ലെസ് എഫിക്കസ് ഇൻ ലോവറിങ് IOP ദൻ ടിമലോൾ. ടിമലോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, IOP കുറയും. ഇൻട്രാ ഓക്കുലർ പ്രഷർ അങ്ങനെ അധികമായി ഒന്നും കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ലീവോബിനോലോളാണ്. വൺസ് ഡെയിലി ഡോസിങ് ഓൾട്ടർനേറ്റീവ് ടിമലോൾ. ടിമലോളിൻ്റെ കൂടെ കൊടുക്കുന്ന ഡ്രഗാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കുലർ ആൻഡ് സിസ്റ്റമിക് സൈഡ് എഫക്ട് സിമിലർ ടു ടിമലോൾ. ടിമലോളിനുണ്ടായ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ അതെല്ലാം സെയിം തന്നെയാണ് ലീവോബിനോളിന് കേട്ടോ.
കുറച്ചൊന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ബട്ട് സ്റ്റിൽ എളുപ്പമാണ് കേട്ടോ, പഠിക്കുവാണെങ്കിൽ എളുപ്പമാണ്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് പഠിക്കുക. ആൽഫ അഡ്രർജിക് അഗോണിസ്റ്റ് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയണ്ടല്ലോ. ആൽഫ 1 കൺസ്ട്രിക്ഷൻ ഓഫ് സിലറി ബ്ലഡ് വെസൽ റെഡ്യൂസിങ് അക്വസെക്രീഷൻ കുറയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആൽഫ 1 കൺസ്ട്രിക്ഷൻ ഓഫ് സിലറി ബ്ലഡ് വെസൽസ് ആണ്. ഇനി ആൽഫ 2 ഇൻ സിലറി എപ്പിത്തീലിയം റെഡ്യൂസ് അക്വസെക്രീഷൻ. ഇനി ആൽഫ 2 സിലറി എപ്പിത്തീലിയത്തിലും അഫക്റ്റ് ചെയ്യും ആൻഡ് അക്വസെക്രീഷൻ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുവാണ് ചെയ്യുക. അപ്പോൾ ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട് കേട്ടോ. ഇത് കൂടെ തന്നെ ഒരു സെക്കൻഡ് റോളും കൂടെ ഉണ്ട് കേട്ടോ. അതായത് അക്വസ് ഡ്രെയിനേജിന് എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നത്. അക്വസ് ഡ്രെയിനേജ് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുവാണ് ചെയ്യുക. അത് എവിടേക്കാന്ന് വെച്ചാൽ UV സ്ക്ലീറൽ ഔട്ട്ഫ്ലോയും ആൻഡ് ചെബിക്കുലർ ഔട്ട്ഫ്ലോയും ആണ് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഡ്രെയിനേജിന് എൻഹാൻസ് ചെയ്യുന്നു മാത്രം മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിപിവിഫറിനാണ് 0.1%. സോ അഡ്രിനലിൻ്റെ ഒരു പ്രോഡ്രഗ് ആണ്. അത് മാത്രമല്ല IOP റെഡ്യൂസ് ചെയ്യുകയും അത് UV സ്ക്ലീറൽ ഔട്ട്ഫ്ലോ കുറച്ചുകൊണ്ട് IOP കുറയ്ക്കുകയാണ് ചെയ്യുക. അത് മാത്രമല്ല ടാബുക്കുലർ ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നു ആൻഡ് അക്വസ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നു. സോ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഡ്രഗ്സിൻ്റെ എല്ലാം വരുന്നത് ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. സോ കറൻ്റ്ലി ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല, കാരണം സിസ്റ്റമിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. ഇനി ഡ്രഗ്സുകൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് അപ്രാക്ലോണിഡിൻ ആണ്. സോ ഇത് അക്വസ് പ്രൊഡക്ഷൻ കുറയ്ക്കുവാണ് ചെയ്യുക. അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്, ഇച്ചിങ്, ഡെർമറ്റൈറ്റിസ്, പിന്നെ കൺജക്റ്റിവൈറ്റിസ്, മിഡ്രിയാസിസ്, ഐലിഡ് റിട്രാക്ഷൻസ്, ഡ്രൈനസ് ഓഫ് മൗത്ത്, നോസ് ഒക്കെ നോർമലി കാണുന്ന അതിൻ്റെ ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ് കേട്ടോ. ഇവിടെയും അക്വസ് പ്രൊഡക്ഷൻ ആണ് കുറയ്ക്കുന്നത് കേട്ടോ. എന്താണ് അക്വസ് പ്രൊഡക്ഷൻ ആണ് കുറയ്ക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രിമോനിഡൈൻ ആണ്. സോ ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സർജറി അല്ലെങ്കിൽ ലോങ് ടേം തെറാപ്പി ഗ്ലൂക്കോമയിൽ നമ്മൾ ആഡ് ഓൺ തെറാപ്പി ആയിട്ട് മറ്റുള്ള ഡ്രഗിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഒരു എന്താണ് ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ ഒരു ടോപ്പ് അപ്പ് പോലെയൊക്കെ നമുക്ക് പറയാം. ബ്രിമോനിഡൈൻ ആണ് 0.2% കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ്സ് ആണ്. സോ പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ കോൺസെൻട്രേഷൻ ഓഫ് PGF2 ആൽഫ അനലോഗ്സ് ലോവർ ഇൻട്രാ ഓക്കുലർ പ്രഷർ. സോ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുക തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. സോ അതിൽ ഒരു ഡ്രഗാണ് ലൻഡോപ്രോസ്റ്റ്. സോ ടോപ്പിക്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, IOP കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈവൻ ദ നോർമൽ പ്രഷർ ഗ്ലൂക്കോമയിൽ പോലും ഇത് എഫക്റ്റീവ് ആണ്. കോമൺ സൈഡ് എഫക്റ്റ് ഇറിറ്റേഷനും പെയിനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറയുന്ന ടേം ഒരു നേരം ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നെ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രഗുകളിലൊക്കെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമിക് കോംപ്ലിക്കേഷൻ ഒന്നും ഇതിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ADR മറ്റുള്ളതുപോലെ തന്നെയാണ്, എന്താണ് ബ്ലഡ് വിഷൻ വരിക, തിക്കനിങ് ഡാർക്കനിങ് ഓഫ് ഐലാഷസ് ഒക്കെ വരിക എന്നുള്ളതാണ്. ആൻഡ് ട്രാവോപ്രോസ്റ്റ് ആൻഡ് ബിമാട്രോപ്രോസ്റ്റ് ഓഫൻ സിമിലർലി എഫിക്കസി ടു ലനറ്റോപ്രോസ്റ്റ്. സോ എന്താണ് ഈ ലൻറ്റോപ്രോസ്റ്റ് പോലെ തന്നെയാണ് ട്രാവോപ്രോസ്റ്റും ആൻഡ് ബിമാട്രോപ്രോസ്റ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഡ്രഗ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനിയുള്ള നിങ്ങൾക്ക് അറിയുന്ന ഡ്രഗാണ് കാർബോണിക് അൻഹൈഡ്രസ് ഇൻഹിബിറ്റർ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ അസ്റ്റസോളമൈഡ് ഉണ്ട്, അതും വായിച്ച് നോക്കുക. ഡോസോളമൈഡ് ഉണ്ട്. സോ അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് മൈറ്റോസിസ് ആണ്. 1970-കളിലൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആന്റി ഗ്ലൂക്കോമ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഡ്രഗ്സുകളിലില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഏകദേശം എല്ലാ ഡ്രഗ്സുകൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഒരു സിവിയർ ഡ്രോബാക്സുകൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡേക്ക്, പിന്നെ കാഴ്ച കുറയുക, അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ഒരു സ്റ്റാൻഡേർഡ് ഡ്രഗ് ഇല്ല. സോ ഈ മൈറ്റോസിസ് കൊടുക്കുന്ന 2-3 ഡ്രഗുകളാണ്. അതിലൊന്നാണ് പൈലോകാർപ്പിൻ. ഇൻഡ്യൂസസ് മയോസിസ് ബൈ കൺട്രാക്ടിങ് ദ ഐറിസ് ഫിഞ്ചസ് മസിൽ, thereby removing pupillary blockage and reversible obligation of the iridocorneal angle. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൈലോകാർപ്പിൻ എന്താണ്, മയോസിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ എന്താണ്, ഐറിസ് ഫിഞ്ചസ് മസിലിനെ കൺസ്ട്രക്ട് ചെയ്യുകയും അങ്ങനെ എന്താണ് പ്യൂപ്പിലറി ബ്ലോക്സ് റിമൂവ് ആവുകയും ആൻഡ് റിവേഴ്സിങ് ഒബ്ലിഗേറ്റേഷൻ ഓഫ് ദി ഇറിഡോ കോർണിയൽ ആംഗിൾ. സോ ഇറിഡോ കോർണിയൽ ആംഗിളുള്ള തടസ്സം മാറി പോവുകയാണ് ചെയ്യുക. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, പൈലോകാർപ്പിൻ മയോസിസ് ആണ് എൻഹാൻസ് ചെയ്യുന്നത്, സ്പിഞ്ചസിനെ കൺട്രാക്ട് ചെയ്യാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബേസിക്കലി നമുക്ക് ഈ ഒരു അനാട്ടമിക്കലി നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഡ്രഗ് വൈസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആക്ഷൻ പറഞ്ഞു, അത് മയോസിസ് കൊടുക്കുവാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. പിന്നെ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ കറണ്ട് അപ്രോച്ച്, അതായത് നമ്മൾ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്നൊരു കണ്ടീഷനിൽ മോണോതെറാപ്പി ആയിട്ട് ലൻഡോപ്രോസ്റ്റേറ്റ്
സൾഫേറ്റോ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ബീറ്റ ബ്ലോക്കേഴ്സോ കൊടുക്കാറുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ഇത് വെച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് വായിച്ച് മാത്രം പോയി. നിങ്ങൾക്ക് ഡ്രഗും അതിൻ്റെ യൂസും അതിൻ്റെ ഫാർമോകൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ മാത്രം നോക്കിയാൽ മതി. സോ അധികം ചോദിച്ച ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു നോട്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ത്രിപ്പാത്തി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതിൽ ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. എന്താ ഇങ്ങനെ ഒരു ഈ അകത്തേക്ക് കയറി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നെക്സ്റ്റ് കാണാം. ബൈ.